السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى الفائزين برضا الله ما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമകളെ പറ്റി അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. മുത്തുനബിയുടെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ വളരെ മഹോന്നതമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സത്യസന്ധത, ലാളിത്യം, വിനയം, സഹനം, ക്ഷമ, വാത്സല്യം, വാഗ്ദത്ത പാലനം, സ്നേഹം, കാരുണ്യം, ദീർഘവീക്ഷണം ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്തതാണ് അവിടുത്തെ സ്വഭാവ മഹിമകൾ. വളരെ കാരുണ്യത്തോടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും ഇടപഴകിയിരുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ ഖുർആനിൽ പറയുന്നതായി കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അങ്ങയെ നാം സർവ്വ ലോകർക്കും കാരുണ്യമായിട്ടാണ് അയച്ചിട്ടുള്ളത്. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഒരു വാർത്ത വരുന്നു, അൻസാറുകളുടെ ഈന്തപ്പന മരത്തിന് കല്ലെറിയുന്ന ഒരു കുട്ടിയുണ്ടെന്ന്. അൻസാറുകൾക്ക് ആ കുട്ടി ആരാണെന്ന് മനസ്സിലായി. കുട്ടിയെ അവർ തിരുസന്നിധിയിൽ ഹാജരാക്കി. ആ കുട്ടി വളരെ ഭയത്തോടു കൂടിയായിരുന്നു തിരുസന്നിധിയിലേക്ക് എത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാരുണ്യത്തോടെ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, നീ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? ആ കുട്ടി പറഞ്ഞു, അതെ, ഞാൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട്. അവിടുന്ന് വീണ്ടും ചോദിച്ചു, എന്തിനാ മോനെ നീ ഈന്തപ്പന മരത്തിന് കല്ലെറിയുന്നതെന്ന്. അപ്പോൾ കുട്ടികൾ നിഷ്കളങ്കരാണല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഈന്തപ്പനം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ കല്ലെറിയുന്നത്. അവിടുന്ന് തുടർന്നു, മോനെ, ഈന്തപ്പന മരത്തിന് നീ കല്ലെറിയരുത്, താഴെ വീണതെല്ലാം മോനെടുത്തോളൂ. നോക്കൂ കൂട്ടുകാരെ, എത്രമാത്രം കാരുണ്യമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നാം ഒരാളോട് അടുത്തിടപഴകുമ്പോൾ പ്രതീക്ഷിക്കുന്ന എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമ്മേളിച്ചിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷത്തോളം സേവനം ചെയ്തിട്ടുണ്ട്. ഈ കാലത്തിനിടക്ക് എന്നോട് അവിടുന്ന് എന്തിന് അങ്ങനെ ചെയ്തു, എന്തിന് ഇങ്ങനെ ചെയ്തില്ല എന്നൊന്നും ചോദിച്ചിരുന്നില്ല. ശത്രുക്കൾ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും തന്നെ വേദനിപ്പിച്ചിരുന്നില്ല. സദസ്സിലുള്ള വ്യക്തികളോട് അവിടുന്ന് വിവേചനം കാട്ടിയിരുന്നില്ല. കറുത്തവരെയും വെളുത്തവരെയും ദുർബലരെയും പണക്കാരനെയും എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കണ്ണുകൊണ്ടായിരുന്നു കണ്ടിരുന്നത്. അവിടുത്തെ മുന്നിൽ പാവപ്പെട്ടവനും പണക്കാരനും രാജാവും അടിമയും ഉടമയും തൊഴിലാളിയും എല്ലാവരും സമന്മാരായിരുന്നു. കൂടാതെ ധാരാളം സ്വഭാവ സവിശേഷതകൾ അടങ്ങിയതാണ് അവിടുത്തെ ജീവിതം. അവിടുത്തെ ജീവിതം നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാഥൻ തുണക്കട്ടെ.